الحمد لله والصلاة والسلام على سيدنا محمد رسول الله وعلى آله وأصحابه الهداة إلى سبيل الله. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. صدق الله العظيم وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال رسول الله صلى الله عليه وسلم: الدين النصيحة. قالوا لمن؟ قال لله ولرسوله ولأئمة المسلمين وعامتهم. صدق رسول الله صلى الله عليه وسلم. اللهم صل على سيدنا محمد وعلى آله وأصحابه وسلم. ഏറ്റവും ബഹുമാനമുള്ള സാദാത്തുക്കൾ, ബഹർബാരായ ഉലമാക്കൾ, എന്റെ കരടിന്റെ ഘട്ടങ്ങളായ മുതഅല്ലിമുകൾ, യതീം കുട്ടികൾ, മറ്റ് വിദ്യാർത്ഥികൾ, സഹോദരങ്ങൾ, സുഹൃത്തുക്കളെ, മുഹിമ്മാത്തിന്റെ സമ്മേളനം ദുആഇന് ഇജാബത്തുള്ള സദസ്സാണ്. ഇപ്പോൾ വളരെ ശക്തിയായ മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇനി സരദ് കൊടുക്കല്ലേ എന്ന് എന്നോട് സഖാഫി ചോദിച്ചു. അപ്പൊ 2 മിനിറ്റ് കഴിയട്ടെ. എന്താ ഒച്ചോർച്ച? 2 മിനിറ്റ് കഴിയട്ടെ. മഴ ചോദിച്ചിട്ട് കൊടുക്കാന്ന് ഞാൻ ഇസുദ്ദീൻ സഖാഫിയോട് പറഞ്ഞു. കാരണം അത് കൊടുക്കുമ്പോ മഴ ഇങ്ങനെ പെയ്താൽ പേര് വിളിക്കുന്നത് കേൾക്കൂല, പുറത്തുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് നിന്ന് കാണാൻ കഴിയില്ല. അങ്ങനെ പറഞ്ഞു. അല്ലാഹുമ്മ ഹവാലൈന വല അലൈന എന്ന് ഞാൻ 11 പ്രാവശ്യം ദുആർന്നു. നിങ്ങളുടെ എല്ലാവരുടെയും ദുആ, ആ ദുആ അല്ലാഹു സ്വീകരിച്ചു. അപ്പോൾ മഴ അല്ലാഹു സദ് കൊടുക്കുന്ന സമയം വരെ നിർത്തി തന്നു. ഇനി നിർത്തിയാലും നിർത്തിയില്ലെങ്കിലും വിരോധമില്ല. അല്ലാഹു ഉദ്ദേശിച്ചതുപോലെ ചെയ്തോട്ടെ. ഞാൻ പറയുന്നത് ഈ ഇരിക്കുന്ന മുതഅല്ലിമുകൾ, യതീം കുട്ടികളിൽ നിന്ന് ഞാൻ പറയാറില്ല സാധാരണ. അങ്ങനെ അങ്ങോട്ട് പറഞ്ഞതേ ഉള്ളൂ. കാരണം നമ്മുടെ സ്ഥാപനത്തിലെ പിതാവില്ലാത്ത കുട്ടികളെ യതീം കുട്ടികൾ അല്ലാതെ വളർത്തണമെന്നാണ് നമ്മുടെ ഉദ്ദേശം. മർക്കസിലും
മുഹിമ്മാത്തിലും മറ്റ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിലും യതീമായ കുട്ടികൾ അഥവാ പിതാവ് മരിച്ചുപോയ കുട്ടികൾ അല്ലെങ്കിൽ പാവപ്പെട്ട കുട്ടികളെ നല്ല വസ്ത്രവും നല്ല ഭക്ഷണവും നല്ല പാർപ്പിടവും നല്ല വിദ്യാഭ്യാസവും നൽകി അവരെ പഠിപ്പിക്കുമ്പോൾ അവർ യതീം അല്ല എന്ന് അവർക്കും തോന്നണം, നമുക്കും തോന്നണം. അവർ യതീമായ ഒരു ജീവിതം ഉണ്ടാവരുത് എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുവരെ നമുക്ക് അതിന് സൗകര്യങ്ങൾ ചെയ്തു തന്നിട്ടും ഉണ്ട്. നിങ്ങൾ നോക്കൂ, ഒരു വിജന സ്ഥലമായ ഇവിടെ ഞാൻ പണ്ടിവിടെ പറഞ്ഞിട്ടുണ്ട്, മുഹിമ്മാത്ത് ഉണ്ടാകുന്നതിന്റെയും മുമ്പ് ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ മർഹൂം, അല്ലാഹു അവരെ ദർജന ഏറ്റിക്കൊടുക്കുമാറാകട്ടെ, മഹാനവറുകൾ പുത്തിക പഞ്ചായത്തിന്റെ SYSന്റെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചു കൊണ്ടുവന്നു പ്രസംഗിപ്പിച്ചു. ഞാൻ ഓർക്കുകയാണ്, അന്ന് ഈ വഴികളെല്ലാം വലിയ മരുഭൂമിയാണ്, ജനങ്ങളില്ല. എന്നെയും കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി ഒരു വണ്ടിയിൽ ഇങ്ങനെ പോകുമ്പോഴും ഞാൻ ഏകദേശം ഈ ഭാഗത്ത് എത്തിയപ്പോഴും ചോദിച്ചു, എന്തിനാണ് നമ്മൾ പോകുന്നത്? മനുഷ്യൻ താമസിക്കുന്ന ഒരു വീടും കാണാനില്ലല്ലോ, എവിടേക്കാണ് നമ്മൾ പോകുന്നത്? അപ്പോൾ തങ്ങൾ പറഞ്ഞു, അതൊക്കെ അങ്ങനെയാണെങ്കിൽ രാത്രിയാവുമ്പോൾ എല്ലാവരും എത്തിക്കോളൂ. പറഞ്ഞ പോലെ തന്നെ രാത്രിയായപ്പോൾ ആളുകൾ പല ഭാഗത്തു നിന്നും വന്ന് അൽഹംദുലില്ലാഹ് പരിപാടി നടത്തി. എന്നാലും വീടുകളില്ലാത്ത വിജന സ്ഥലമാണ് ഇവിടെയെല്ലാം. ആ കാലത്ത് ഇവിടെ വന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ ഇവിടെ സ്ഥാപിക്കണം, നിലനിർത്തണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് മഹാനായ താഹിറുൽ അഹ്ദൽ തങ്ങൾ ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചു. അദ്ദേഹത്തിന്റെ ഇഖ്ലാസ് കൊണ്ട് അല്ലാഹു തആല ഈ നിരക്ക് വളരെ ഭംഗിയായി 4 ഭാഗത്തും ബിൽഡിംഗ്, അതിന്റെ മധ്യത്തിൽ നല്ല ഒരു മൈതാനി, ഒരു സമ്മേളന സ്ഥലം, ഇതെല്ലാം ഉള്ള നിരക്ക് വളരെ ഭംഗിയായിട്ട് കാണാൻ ഭംഗി മാത്രമല്ല, ഓരോ വർഷവും അൽഹംദുലില്ലാഹ് നല്ല നിലയിൽ വിദ്യാർത്ഥികളെ പഠിപ്പിച്ച് വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുന്നു. അതിന് എല്ലാവർക്കും സ്നേഹമാണ്. ഞാൻ കരുതുന്നു ഈ സ്ഥാപനത്തിന്റെ സമ്മേളനത്തിനും പ്രവർത്തനത്തിനുമെല്ലാം വരുന്ന 99% ആളുകളും അവരുടെ ഹൃദയത്തിൽ ഇൽമിനോടും ആലിമീങ്ങളോടും ദീനിനോടുമുള്ള പ്രിയത്തിന്റെ കൂടെ അതിന്റെ അടിത്തട്ടിൽ ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങളോടുള്ള സ്നേഹവും കൂടി ഉണ്ടായതിനാലാണ് ജനങ്ങൾ ഇങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത്, ആദ്യമായി തന്നെ ഞാൻ പറയുന്നു, ഇങ്ങനെ വന്ന് ലൈറ്റും പന്തലും ഇതെല്ലാം കണ്ട് ഇവിടെ യാതൊരു പ്രയാസവുമില്ല എന്ന് കരുതി നിങ്ങൾ തിരിച്ചു പോകരുത്. നിങ്ങളാൽ കഴിയുന്ന സഹായം, സഹകരണം ഇന്നും നാളെയും അടുത്ത ദിവസങ്ങളിൽ മുഴുവനും ദീനുൽ ഇസ്ലാമിന് വേണ്ടി ഈ സ്ഥാപനത്തെ നിങ്ങൾ സഹായിക്കണമെന്ന് ആദ്യമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. സഹോദരങ്ങളെ,
ഈ സമ്മേളനത്തിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോട്, ഇവിടെ നിന്ന് പഠിച്ച് ഇപ്പോൾ സരത് വാങ്ങിയിറങ്ങുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നല്ല ഉറച്ച മനക്കരുത്തുള്ള ഹിമ്മത്തുള്ള ആളുകളായി തീരണം. ഈമാൻ എന്ന് പറയുന്നത് അതാണ്, മനക്കരുത്ത്. സയ്യിദുൽ വജൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനക്കരുത്ത് എത്രയാണ്? ലഹു ഹിമമുൻ ലാ മുൻതഹാ ലികിബാരിഹാ വഹിമ്മത്തുഹു സുഗ്റാ അജല്ലു മിന അദ്ദഹ്രി. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിമ്മത്തുകൾ ഉണ്ട്. ഒരു ഹിമ്മത്തല്ല, ധാരാളം ഹിമ്മത്തുകൾ ഉണ്ട്. ലാ മുൻതഹാ ലികിബാരിഹാ, അതിൽ നിന്ന് വലിയ ഹിമ്മത്തിന് അറ്റമേ ഇല്ല. എന്നാൽ വഹിമ്മത്തുഹു സുഗ്റാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചെറിയ ഹിമ്മത്ത്, മനക്കരുത്ത്, അജല്ലു മിനദ്ദഹ്രി, ലോകം മുഴുവനുമുള്ള ആളുകളുടെ ഹിമ്മത്തിനേക്കാൾ വലുതാണ്. എന്താണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിമ്മത്ത്? എന്നാൽ അസ്ഹാബുൽ ബദറിനെ സംബന്ധിച്ച് നാം പറയാറുണ്ട്, ഹുമുൽ ജിബാലു ബലാ ഹുമുൽ ജിബാലു ബലാ കദ്ദഹ്രി ഫീ ഹിമ്മത്തിൻ ബൽ സാദത്തുൻ കുബറാ. അസ്ഹാബുൽ ബദറിൽ ഓരോരുത്തരും കദ്ദഹ്രി, അവരുടെ ഹിമ്മത്ത് ദഹ്ർ പോലെയാണ്. അഥവാ ലോകത്തുള്ള മുഴുവൻ ജനങ്ങളുടെയും ഹിമ്മത്ത്, മനക്കരുത്ത് ഓരോ ബദരീങ്ങൾക്കുമുണ്ട്. അങ്ങനെയുള്ള കോടാനുകോടി ജനങ്ങളുടെ ഹിമ്മത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ട്. അതിന്റെ ഒരു ചെറിയ ഭാഗമായ ഹിമ്മത്ത്, മനക്കരുത്ത് നമുക്കുണ്ടാവണം. എന്താ ഈ മനക്കരുത്ത് എന്ന് ഞാൻ പറഞ്ഞത്? നമ്മളെ വിശ്വാസാക്കുന്ന പ്രസ്ഥാനങ്ങളും വ്യക്തികളും ദൈനംദിനം പൊട്ടി മുളച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വിശ്വാസുകളും അവരുടെ ഈ കോപ്പിരാട്ടികളും കാണുമ്പോൾ നമുക്ക് ഇളക്കം പറ്റാൻ പാടില്ല. ഉറച്ചു നിൽക്കും, നമുക്ക് ഇളക്കം പറ്റും. നമ്മുടെ ഈ ശരിയായ അഖീദയിൽ നമ്മുടെ പൂർവികന്മാർ കാണിച്ചു തന്ന അഖീദ, കാസർഗോഡുകാർക്ക് മാലിക് ദീനാർ തങ്ങളെ പരിചയമുണ്ടല്ലോ. അങ്ങനെ മദീനയിൽ നിന്നും സയ്യിദുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ദീൻ പഠിച്ച് മനസ്സിലാക്കി അവിടുന്ന് ഇങ്ങോട്ട് വന്ന പ്രഗത്ഭരായ സഹാബികളും താബിഈകളും, അതിൽ പ്രധാനിയായ മാലിക് ദീനാർ തങ്ങളും അദ്ദേഹത്തിന്റെ അനുയായികളും പഠിപ്പിച്ചു തന്ന ദീന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം, അഖീദ, അതാണ് നമ്മൾ ഇന്നും പറയുകയും പ്രവർത്തിക്കുകയും മുറുകെ പിടിക്കുകയും ചെയ്യുന്നത്. അതിന് തുരങ്കം വെക്കാൻ എന്തെല്ലാമോ പാർട്ടികൾ ഇങ്ങനെ വരുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ അടയാളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. എന്റെ ഉമ്മത്ത് 73 കക്ഷിയായി വിട്ടുപിരിയും. അതിൽ ഒരു കക്ഷി രക്ഷയുടെ കക്ഷിയാണ്, ബാക്കിയുള്ളതെല്ലാം നരകത്തിന്റെ പാർട്ടിയാണ്.
ഈ ഒരു പാർട്ടി ഏതാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് ഒരു പ്രയാസമില്ല. ആയത്തും ഹദീസും ഒന്നും വേണ്ട. വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഞാനൊരു വഴി പറഞ്ഞു. ഇപ്പോ ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ മുജാഹിദ് പ്രസ്ഥാനത്തിനെ വിളിച്ചിട്ട് അല്ലാഹു ചോദിക്കുന്നു, എടോ നീ എന്താണ് എനിക്ക് വേണ്ടി ചെയ്തത്? നീ ചെയ്ത നല്ല കാര്യം എന്താ എന്ന് ചോദിക്കുമ്പോ അവൻ പറയും, അല്ലാഹ് ഞാൻ തവസ്സുലിനെ നിഷേധിക്കുകയും തവസ്സുൽ ചെയ്യുന്നവർക്കെതിരായി പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മൗലിദ് പാരായണം ചെയ്യുന്നവരെ വിദഗ്ധരായി ചിത്രീകരിച്ച് എതിർത്തിട്ടുണ്ട്. മൗലൂദിനെതിരായിട്ട് ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ നല്ല കാര്യമാണ് ചെയ്തത്, ഈ സ്വർഗത്തിലേക്കാട്ട് പോയിക്കോ എന്ന് അഥവാ അല്ലാഹു പറഞ്ഞാൽ കൂട്ടനെ വരും ജമാഅത്ത് ഇസ്ലാമിക്കാരൻ. പടച്ചോനെ ഞാനും അത് തന്നെയാ ചെയ്തത്, ഞങ്ങളും അത് തന്നെയാ ചെയ്തത്, ഞങ്ങളും റസൂലുള്ളാഹിന്റെ മൗലിദ് ഓതുന്നതിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഞങ്ങൾ തവസ്സുലിനെ ആക്ഷേപിച്ചിട്ടുണ്ട്, ഞങ്ങൾ ഔലിയാക്കളെ ബഹുമാനിക്കുന്നതിനെ എതിർത്തിട്ടുണ്ട്. അങ്ങനെ നീയും പോയിക്കോ സ്വർഗത്തിൽ എന്ന് പറഞ്ഞ് ഈ ജമാഅത്തുകാരനെ കടത്തുമ്പോ സുബ്ഹാനല്ലാഹ് തബ്ലീഗുകാരൻ വരും, പടച്ചോനെ ഞങ്ങൾ ഈ രണ്ടു കൂട്ടരും ചെയ്ത കാര്യം കുറച്ചുകൂടി ശക്തിയായിട്ട് യാ റസൂലല്ലാഹ് വിളിച്ചു പോയാൽ പേച്ചുപോയി ഒരേ പറഞ്ഞ കൂട്ടരാണ് ഞങ്ങൾ, അതുകൊണ്ട് ഞങ്ങളെ പിന്നെ ഇനി സ്വർഗത്ത് കടക്കാണ്ടിരിക്കാൻ പറ്റൂല, ഞങ്ങൾ ആത്മാങ്ങൾ പോയിക്കൂടെ. ഇങ്ങനെ നോക്കുമ്പോ സ്വർഗത്തിന് പാർട്ടി എത്രയായി? സ്വർഗത്തിന് കുറെ അധികം പാർട്ടിയായില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് ഒരു പാർട്ടിയല്ലേ. അപ്പൊ ഇവരെല്ലാം അതുപോലെ വേറെ പാർട്ടിയെ വിളിച്ചു, ഈ എന്താണോ അവിടെ ചെയ്തത്? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഹാറുകളെ എതിർത്തു, നബി തങ്ങളെ ഷറഫാക്കപ്പെട്ട ശഹർ മുബാറക്ക് അതിനെ ബഹുമാനിക്കൽ ശിർക്കും കുഫ്റുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പടച്ചവനെ ഒരു പാർട്ടി വേറെ പാർട്ടിനെ വിളിച്ചു വയ്ക്കുമ്പോ ഞങ്ങൾ അങ്ങനെ ശിർക്കും കുഫ്റുകാണെന്ന് പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും അവരൊക്കെ അത് പറയുന്നവരെ കൂട്ടുകൂട്ടിയിട്ട് ഇതിന്റെ ബഹുമാനം കുറക്കാൻ വേണ്ടി ഞങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നു. പടച്ചവനെ അത് ഒരു കൂട്ടർ. വേറൊരു കൂട്ടര് ഞങ്ങൾ അവർക്ക് സ്റ്റേജ് കെട്ടിക്കൊടുത്തിരിക്കുന്നു, വേറെ കൂട്ടർ ഞങ്ങൾക്ക് അവർ അനൗൺസ് നടത്തിയിരിക്കുന്നു. ഇങ്ങനെ കുറെ പാർട്ടിയെ കൊണ്ട് പറയുമെന്നാ നിങ്ങളൊക്കെ സ്വർഗത്തിൽ പോയിക്കോളി എന്ന് പറഞ്ഞാൽ അപ്പൊ പാർട്ടി ഒന്നല്ല ഒന്നിലധികമായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതോ ഒരേ ഒരു പാർട്ടി, ആ പാർട്ടിയാണ് സ്വർഗത്തിൽ, മറ്റുള്ളതൊക്കെ നരകത്തിലാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുകയില്ലേ ആരാണ് ഇന്നത്തെ കാലത്ത് ഇവിടെ ഹഖിൽ നിൽക്കുന്ന ഒരു പാർട്ടി? ബഹുമാനപ്പെട്ട സയ്യിദുന താജുൽ ഉലമ തങ്ങളവരുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ അല്ലേ? വ്യക്തമായി നിങ്ങൾ നോക്കൂ. ഞാൻ ഒരു തർക്ക വിഷയത്തിലേക്കും കടക്കുന്നില്ല, എങ്കിലും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് അതൊന്നും പറയുന്നു എന്ന് മാത്രം ഒരൊറ്റ വാക്ക്. കുറെ മാസമായിപ്പോ മർക്കസുൽ സഖാഫത്തി സുന്നിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശഅർ മുബാറക്ക് കൊണ്ടുവന്ന അന്ന് മുതൽ ആക്ഷേപിക്കാൻ തുടങ്ങി. അന്ന് പറഞ്ഞു ഇതൊന്നും സ്ഥലത്ത് അടിത്തറയുള്ളതല്ല, ശരിക്കുള്ളത് അബൂദാബിയിലെ അഹ്മദ് ഖസ്റജിയുടെ കൈവശത്തിലുള്ളതാണ്, അവിടെ പോയി നോക്കണമെന്ന് അന്ന് പറഞ്ഞു. പിന്നെ സാക്ഷാൽ അദ്ദേഹം തന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ അതും തെറ്റായി. അങ്ങനെ തെളിവുകൾ നിരത്തി നിരത്തി നിരത്തിയപ്പോ അവസാനം ഒരു തെളിവ് പറഞ്ഞത് എന്താണ്? ബോംബെയിൽ പോയി
മുഹമ്മദ് ഇഖ്ബാൽ വലി ജാലിവാല എന്ന ആളെ കണ്ട് ഞങ്ങളും വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നു. നോക്ക് നിങ്ങൾ, ഇത് പറയുമ്പോഴേക്ക് ചില മനുഷ്യന്മാരെ അന്താളിച്ചു പോയി. യഥാർത്ഥത്തിൽ ഇത് പറഞ്ഞപ്പോൾ നമ്മുടെ വാദവും നമ്മുടെ വിഷയവും സ്ഥിരപ്പെടുകയല്ലേ ചെയ്തത്? നമ്മൾ നേരത്തെ പറഞ്ഞത് മുഹമ്മദ് ഇഖ്ബാൽ ജാലിവാലിയിൽ നിന്ന് കിട്ടിയതാണ് മർക്കസിലെ ആദ്യത്തെ ഷെയർ മുബാറക് എന്നാണ് നമ്മൾ പറഞ്ഞത്. ആ പറഞ്ഞ ആളുടെ അടുക്കൽ ഇവരും ചെന്നിട്ട് ദാറുൽ ഹുദയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, അവിടുത്തെ കുട്ടികളെ ഫോട്ടോ കാണിച്ചു കൊടുത്ത്, എല്ലാം കൊടുത്തിട്ട് കേണപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇതിന്റെ മുകളിൽ ഒരു കുബ്ബയുണ്ട്, ആ കുബ്ബയിൽ ഗ്ലാസിന്റെ കുബ്ബ, ആ കുബ്ബയിൽ ഈ ഷെയർ മുബാറക് വെക്കും, നിങ്ങളുടെ പേരവിടെ എഴുതും, നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള ജനങ്ങൾ ദുആ ചെയ്യും, അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുത്തെ ഷെയർ മുബാറക്കിൽ നിന്ന് തരണോ എന്ന് പറഞ്ഞു. അദ്ദേഹം നല്ല നിഷ്കളങ്കനായ വ്യക്തിയാണ്. അദ്ദേഹം അവർക്കും കൊടുത്തത് പറയുമ്പോൾ അദ്ദേഹം ലോകത്തിന്റെ നാനാഭാഗത്തു നിന്നും ഷെയർ മുബാറക് മാത്രമല്ല ആധാറുകൾ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഈ ഷെയർ മുബാറക്കിന്റെ വിഷയത്തിൽ പ്രസിദ്ധനാണ് എന്ന് ഇവര് തന്നെ അറിയാതെ പറഞ്ഞുപോയി. ലബനാനിൽ നിന്ന് അദ്ദേഹത്തിന് കത്ത് വന്നിട്ടുണ്ട്, ഒരു ഷെയർ മുബാറക് അല്പം തരണമെന്ന് പറഞ്ഞിട്ട് അതാ ബൈറൂത്തിൽ നിന്ന് കത്ത് വന്നിരിക്കുന്നു. UAE നിന്ന് കത്ത് വന്നിരിക്കുന്നു. പല നാട്ടിൽ നിന്നും അദ്ദേഹത്തിന് കത്തുകര വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അദ്ദേഹം പ്രസിദ്ധനാണെന്നായല്ലോ. അദ്ദേഹം അറിയപ്പെടാനാണെങ്കിൽ പിന്നെ അറബ് രാഷ്ട്രങ്ങളിൽ നിന്നെല്ലാം കത്ത് വരുമോ? അപ്പൊ അങ്ങനെ ആധാറുകൾ ഒരുമിച്ച് കൂട്ടുന്ന സ്വീകാര്യനും പ്രസിദ്ധനുമാണ് എന്ന് ഇവർ തന്നെ സമ്മതിച്ചു. അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കിട്ടിയ അതേ ആളിൽ നിന്ന് അവർക്കും കിട്ടിയാൽ ഇദ്ദേഹം വ്യാജനാണെന്ന് പറയുന്നതിന് എന്ത് തെളിവാണ് അവർ ഉദ്ധരിക്കുന്നത്? നിങ്ങൾ ആലോചിച്ചു നോക്ക്. അവർക്ക് കിട്ടിയത് കൊണ്ട് വ്യാജനായതെങ്ങനെ? അവർ തെളിവ് പറയണം. അദ്ദേഹം വ്യാജനാണ് എന്നതിന് എന്ത് തെളിവ്? ഞങ്ങൾക്ക് കിട്ടിയ അതേ സ്ഥലത്ത് നിന്ന് അവർ വഞ്ചിച്ചുകൊണ്ട് കബളിപ്പിച്ചുകൊണ്ട് വാങ്ങിയതിന്റെ വിധി എന്തിനാണ് അവർ വാങ്ങിയത്? അത് ബഹുമാനിക്കാനാണോ? എങ്കിൽ നമ്മൾ പറയുന്നത് പോലെ തന്നെ ആയല്ലോ. അല്ല, ഇനി അത് കത്തിച്ചു നോക്കി റസൂലുള്ളാഹിന്റെ ശരീരവും റസൂലുള്ളാഹിന്റെ ഷഅറും കത്തിച്ചാൽ കത്തുകയില്ല. എന്നാൽ ഇത് കത്തിച്ചു നോക്കിയിട്ട് പരിശോധിക്കാനാണ് വാങ്ങിയത് എങ്കിൽ അത് ശറഇൽ പാടില്ലാത്തതാണ്, അത് ഹറാമാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശരീരത്തിൽ നിന്ന് എടുക്കപ്പെട്ട ഷെയറാണെന്ന് സംശയം വന്നാൽ പോലും അതിനെ കത്തിച്ചു നോക്കാൻ പാടില്ല, അതിനെ കരിക്കാൻ പാടില്ല എന്നാണ് നിയമം. പിന്നെ ഇവർ പറയുന്നതിന് എന്താണ് തെളിവ്? ഖുർആനിൽ തെളിവുള്ളോ? ഹദീസിൽ തെളിവുള്ളോ? ഫുഖഹാഇന്റെ ഇബാറത്തുകളിൽ തെളിവുള്ളോ? മറുപടി പറയണം അവർ. അത് പറയാത്ത കാലത്തോളം ഇവർ ചെയ്തിട്ടുള്ളത് തനിച്ച കബളിപ്പിക്കലാണ്. അത് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെ മുഴുവനും കബളിപ്പിക്കാനുള്ള പ്രവർത്തനമാണെന്നും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ലേ? എന്നിട്ട് സാധു ജനങ്ങളെ പറഞ്ഞ് കബളിപ്പിച്ച് അവരെ ഈമാൻ നശിപ്പിക്കുകയാണ്, ഭിന്നിപ്പുകളുണ്ടാക്കുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഭിന്നിപ്പിക്കുന്നവരെ മുഴുവനും ഒറ്റപ്പെടുത്തണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് മുഴുവനും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം. ഫാത്തിഹ സൂറയിൽ
ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. എന്താണ് നാം ഫാത്തിഹയിൽ പറയുന്നത്? ഇയ്യാക നഅ്ബുദു, അല്ലാഹുവേ നിന്റെ മുമ്പിൽ ഞങ്ങളുടെ ഇബാദത്ത്, ഞങ്ങളുടെ ആരാധന ഞങ്ങളെല്ലാവരും കൂടി ഇതാ സമർപ്പിക്കുന്നു അല്ലാഹ്. മനസ്സിലായോ? രാത്രി ഒറ്റക്ക് പാതിരാ സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന മനുഷ്യനാണെങ്കിൽ പോലും അവൻ പറയുന്നത് ഒറ്റക്ക് ഞാൻ സമർപ്പിക്കുന്നു എന്നല്ല. ഇയ്യാക നഅ്ബുദു, നിന്റെ മുമ്പിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ഉള്ള മുഴുവൻ സാലിഹീങ്ങളും അംബിയാ മുർസലുകൾ അടക്കം എല്ലാ സാലിഹീങ്ങളും ചെയ്തിട്ടുള്ള മുഴുവൻ ഇബാദത്തുകളും കൂട്ടിച്ചേർത്ത് അതിൽ സാധുവായ എന്റെ ഇബാദത്തും ചേർത്ത് ഞങ്ങളെല്ലാവരും കൂടി നിന്റെ മുമ്പിൽ കാണിക്ക വെക്കുന്നു, നിന്റെ മുമ്പിൽ തിരുകാഴ്ച വെക്കുന്നു. വഇയ്യാക നസ്തഈൻ, ഞങ്ങളെല്ലാവരും കൂടിയുള്ള സഹായ അഭ്യർത്ഥന ഞങ്ങളെല്ലാവരും കൂടി നിന്റെ മുമ്പിൽ സമർപ്പിക്കുന്നു അല്ലാഹ് എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നവനും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്നവനും ഞങ്ങൾ എന്ന് പറയുന്നതിന്റെ താല്പര്യം അതിലൊരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതിലൊന്ന് അഹ്ലുൽ ഹഖ് മുഴുവനും ഒറ്റക്കെട്ടാണ്. സത്യത്തിന്റെ ആളുകൾ ഒറ്റക്കെട്ടായി നിൽക്കണം, സത്യത്തിന്റെ ആളുകൾ യോജിച്ചു നിൽക്കണം. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ മുഴുവൻ ആളുകളും ഒരേ ഒരു കൊടുക്കീഴിൽ അണിനിരന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിൽക്കണമെന്നാണ് ഈ ആയത്തിലൂടെ അല്ലാഹു നമ്മളെ പഠിപ്പിക്കുന്നത് കേട്ടോ. രണ്ടാമതായി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ നേരായ ചൊവ്വായ വഴിയിൽ ഞങ്ങളെ ചേർത്തുകയും ആ വഴിയിൽ ഞങ്ങളെ നിലനിർത്തുകയും ഞങ്ങളെ അതിൽ തന്നെ ജീവിപ്പിച്ചുകൊണ്ട് അതേ വഴിയിലായി ഞങ്ങളെ മരിപ്പിക്കുകയും ചെയ്യണം അല്ലാഹ് എന്ന് പറയുന്ന ദുആ അവിടെയും ഞങ്ങൾ എന്നാണ് പറയുന്നത്. മുസ്തഖീമായ വഴിയിലൂടെ, നേരായ വഴിയിലൂടെ, ചൊവ്വായ വഴിയിലൂടെ ഞങ്ങളെല്ലാവരെയും നീ നിലനിർത്തി ജീവിപ്പിച്ച് മരിപ്പിക്കണമെന്നാണ്. നിസ്കാരത്തിന്റെ ഉള്ളിൽ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നോക്കൂ, മുസ്ലിം സമുദായത്തിന്റെ ഐക്യം, മുഅ്മിനീങ്ങളെ ഐക്യം നോക്കൂ. അസ്സലാമു അലൈനാ, ഞങ്ങൾക്ക് നീ രക്ഷ ചെയ്യണം. നിസ്കരിക്കുന്ന ഒരുത്തം പറയുന്നു ഞങ്ങൾക്ക് നീ രക്ഷ ചെയ്യണം. വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ മുഴുവൻ ജനങ്ങൾക്കും നീ രക്ഷ ചെയ്യണം. അങ്ങനെ സ്വാലിഹീങ്ങളായ മുഅ്മിനീങ്ങളായ സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ, ഹഖിന്റെ അഹ്ലുകാർ, അവരെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം. ഏതാണ് ഈ പ്രാർത്ഥന? മുഅ്മിനീങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കണമെന്ന് പറഞ്ഞാൽ എന്തിലൊക്കെ ഒറ്റക്കെട്ടാവണം? ഇവിടത്തെ ഇതര സമുദായങ്ങളോട്, മറ്റ് മതക്കാരോട് മൈത്രി കാണിക്കുന്നതിലും ഒറ്റക്കെട്ട് വേണം. അവരോട് സൗഹൃദം കാണിക്കുന്നതിലും ഒറ്റക്കെട്ട് വേണം. ഇവിടുത്തെ മറ്റ് സമുദായങ്ങളെ അടിച്ചമർത്താനോ അവരെ ആക്രമിക്കാനോ അവരെ തെറി പറയാനോ ചീത്ത പറയാനോ ഇസ്ലാം ഒരിക്കലും അനുവദിച്ചിട്ടില്ല, ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. മറിച്ച് ലക്കും ദീനുക്കും വലിയ ദീൻ, മറ്റ് സമുദായങ്ങൾക്ക് അവരുടെ മതം, നമുക്ക് നമ്മുടെ മതം. അങ്ങനെ മതത്തിൽ ഇസ്ലാമിന്റെ ഒരു ചിട്ടയും മറ്റൊരു മതത്തിന് വേണ്ടി വിട്ടുകൊടുക്കില്ല. മറ്റൊരാളോടും ഇസ്ലാമിന് വേണ്ടി നിങ്ങളുടെ ചിട്ടകൾ മാറ്റണമെന്ന് പറയും.